അങ്ങനെ എത്തി മക്കളെ, പുതിയൊരു ഐറ്റം എത്തിയിട്ടുണ്ട്. നമ്മളെ എല്ലാ തരം കർഷകർക്കും പറ്റിയ ഏറ്റവും മികച്ചൊരു സാധനം. ഈ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ നമ്മളെ വീട്ടിലെ അടുക്കള വേസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിൽ NPK അടങ്ങിയിട്ടുള്ള ജൈവവളം, അതിനോടൊപ്പം കീടനാശിനി, പിന്നെ ബോണസായിട്ട് കോഴിത്തീറ്റയും മത്സ്യത്തിൻ്റെ തീറ്റയും. എങ്ങനെയുണ്ട് സാധനം? വീട്ടിലൊക്കെ മത്സ്യകൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും അതുപോലെ നമ്മുടെ വീട്ടിലെ ഗാർഡനിലൊക്കെ ആവശ്യമായിട്ടുള്ള ജൈവവളവും ഒക്കെ നമുക്ക് ₹1 ചിലവില്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഇത് വേർമിയോൺ ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് ഞങ്ങളുടെ ഒരു 30ഓളം വരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു കൂട്ടായ്മയാണ്. പിന്നെ ഈ സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ ഗുണം കിച്ചൺ വേസ്റ്റിൻ്റെ എല്ലാ ഭാഗവും ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഘടനാപരമായിട്ട് ഇതിൻ്റെ മേലെ കിടക്കുന്ന ആ ഡോം, അതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. അത് പാറ്റൻറ്റഡ് ആയതാണ്. ഹെൽത്ത് സർവീസിൽ നിന്ന് ഹെൽത്ത് സൂപ്പർവൈസറെ റിട്ടയർ ചെയ്ത സജി സാറിൻ്റെ പേരിലാണ് അതിൻ്റെ പാറ്റൻറ്റ് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഉപയോഗം പ്രധാനമായിട്ട് നടക്കുന്ന അതിൻ്റെ ലിഡ് എടുത്ത് വേസ്റ്റ് അതിലേക്ക് നിക്ഷേപിക്കുന്നതും അതിനുശേഷം ആ ലിവർ പോക്കുമ്പോഴും ചെയ്യുമ്പോൾ ഈ വേസ്റ്റ് അതിൻ്റെ ഡ്രമ്മിലേക്ക് വീഴുന്നു. അത് വീണ് തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അത് ഡൈജഷൻ അനുസരിച്ച് സ്ലെറി രൂപപ്പെട്ട് ആ സ്ലെറി നമുക്ക് കളക്ട് ചെയ്യും. 1:4 എന്ന രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് പിന്നെ ചെറിയ രീതിയിലുള്ള കീടനാശിനിയായി ഇൻസെക്ടിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 1:9 എന്നുള്ള രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് നമുക്ക് ദ്രവരൂപത്തിലുള്ള വളമായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ പ്രവർത്തിക്കുന്നത് ബ്ലാക്ക് സോൾജിയർ ഫ്ലീ എന്ന് പറയുന്നവരുടെ ലാർവയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലീ ആണ് ഈ കാണുന്നത്. അതെ, അതിൻ്റെ ലാർവയാണ് ഇതിലുള്ള നമ്മൾ വേസ്റ്റായി പറയുന്ന വസ്തുക്കളാണ്. വേസ്റ്റ് അല്ല, അത് റിസോഴ്സാണ്. ആ വേസ്റ്റ് തിന്ന് തീർത്ത് കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. BSF മെത്തേഡ് ആൻഡ് ഇനോക്കുലം മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഇനോക്കുലം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈജഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതായത് 2 രീതിയിലും ഇതിനെ പ്രവർത്തിപ്പിക്കാം. അതോടൊപ്പം കർഷകരായ കോഴിത്തീറ്റയ്ക്കായും മത്സ്യത്തീറ്റക്കായും ഈ ലാർവ ആവശ്യമുള്ളവർക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ തന്നെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കും അവർ ആവശ്യപ്പെടുന്ന സമയം. അപ്പോൾ കസ്റ്റമറൈസ് ചെയ്തുകൊണ്ട് അത് ചെയ്തു. ആ രീതിയിലും 2 മെത്തേഡിലും ഇത് ഉപയോഗിക്കാം. വേർമിയോൺ കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനമാണിത്. ഇത് മറ്റു സംവിധാനത്തിനെ അപേക്ഷിച്ച് മണവോ അല്ലെങ്കിൽ ഈ പുഴുക്കൾ ഈ ലാർവകളെ കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് അറപ്പോ ഉളവാക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റിൻ്റെ എല്ലാ സംഗതികളും, അതായത് പച്ചക്കറികളുടെ വേസ്റ്റ്, മീനും മറ്റുമെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വേസ്റ്റുകൾ, എന്തും ഇതിലേക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിനെ പറ്റി എൻ്റെ തന്നെ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം വിവരിക്കും. വെർമിയോൺ കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് എന്നത് സാധാരണ എല്ലാ ഫാമിലിക്കും അടുക്കള മാലിന്യ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ, ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ അഴുകുന്നത് ഡിപ്പോസിറ്റ് ചെയ്ത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ഫ്ലൂയിഡും ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇന്ന് നിലവിലുള്ള കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു ശുചിത്വ മിഷൻ്റെ അംഗീകാരത്തോടുകൂടി സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും സൗജന്യ നിരക്കിൽ, അതായത് സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നൽകാവുന്ന ഒരു യൂണിറ്റാണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ മെത്തേഡ് ബ്ലാക്ക് സോൾജിയർ ലാർവ ഉപയോഗിച്ചുള്ള സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ലാർവ വഴിയുള്ള ഡൈജഷനാണ് കമ്പോസ്റ്റിംഗ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ട്രാപ്പാണ്. നമ്മൾ വേസ്റ്റ് ഇത് തുറന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുള്ളിൽ ഒന്നും കാണുന്നില്ല, അടിയിൽ ബാരലുകളൊന്നും കാണില്ല.
ക്ലോസ് ചെയ്യുന്നു. ഈ ലിവർ പൊക്കുന്നതോടുകൂടി ഇതിനകത്ത് ഈ രീതിയിൽ ഗ്യാപ്പ് രൂപപ്പെടുകയും ലോക്കാവുകയും ചെയ്യും. ഇതിൻ്റെ ഇന്നർ കണ്ടെയ്നർ ഫിൽട്രേഷനുള്ള കണ്ടെയ്നറാണ്. ഇതിൽ ദ്രവാംശങ്ങൾ കമ്പോസ്റ്റിനോടൊപ്പം മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ഫ്ലൂയിഡായിട്ട് നമ്മൾ ടാപ്പ് വഴി ഡെയിലി നമുക്ക് കളക്ട് ചെയ്ത് ചെടികൾക്കോ കൃഷികൾക്കോ ഉപയോഗിക്കാം. 5 ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ വളമായും കുറേ കൂടുതൽ ഡയലൂട്ട് ചെയ്താൽ ജൈവ കീടനാശിനിയായും അതിനെ ഉപയോഗപ്പെടുത്താം. 2 മാസം 3 മാസക്കാലം നമുക്ക് സാധാരണ ഫാമിലിക്ക് ഒരു 1/2 കിലോ മുതൽ 3 കിലോ 4 കിലോ വരെ വേസ്റ്റ് ഉണ്ടാകുന്ന വീടുകൾക്ക് അനുയോജ്യമായ ഒരു അളവിലാണ് ഈ നിർമ്മിച്ചിട്ടുള്ളത്. 3 മാസക്കാലം ഉപയോഗിച്ചതിന് ശേഷം ഈ മൂടി ഇങ്ങോട്ടേക്കും മറ്റതിൻ്റെ മൂടി ഇതിലേക്കും ഷിഫ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും അടുത്ത കണ്ടെയ്നർ ഉപയോഗിക്കുകയും അതിനിടയിൽ 45-50 ദിവസം കൊണ്ട് ഇതിനകത്തുള്ള കമ്പോസ്റ്റ് മുഴുവനായിട്ട് ഡ്രൈ പൗഡറായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഉണങ്ങി കിട്ടുമല്ലേ? ഉണങ്ങി കിട്ടും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ശേഖരിക്കുന്നില്ലെങ്കിലും നമുക്കൊരു ക്യാന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതിൽ ഉറ്റി വീഴുകയും ക്യാന് നിറയുന്ന മുറയ്ക്ക് മാറ്റി വെച്ച് നമുക്ക് ഡയലൂട്ട് ചെയ്ത് അതിനെ വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഫാമിലിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബയോ ഡൈജസ്റ്റർ മെത്തേഡാണ് ഇത്. വിവിധ ഇനം ബയോ ഡൈജസ്റ്റിംഗ് മെത്തേഡിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഈ യൂണിറ്റിൻ്റെ കണ്ടെത്തൽ മിസ്റ്റർ സജി ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത ആളാണ്. കോഴിക്കോടുകാരനാണ്. ഇന്ന് കോട്ടുപള്ളിയിൽ തന്നെയാണ് താമസം. കോഴിക്കോട് അഡ്രസ്സിൽ തന്നെയാണ് ശുചിത്വ മിഷൻ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9496695235. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ശരി, താങ്ക്സ്. സുഹൃത്തുക്കളെ, ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവരുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.